പുതിയൊരു എപ്പിസോഡ്. സോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പ്രാവ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രാവിനെ എടുക്കുമ്പോൾ ഇതിപ്പോൾ നിങ്ങളുണ്ടോ എല്ലാം ഒരു കൂട്ടമായിട്ടാണ് നിൽക്കണം. സോ നിങ്ങൾ പ്രാവിനെ വാങ്ങി ആദ്യമേ ഒരു പേരിൽ നിന്ന് മാത്രം തുടങ്ങുക. കാരണം നിങ്ങൾ അടുത്തൊരു പേര് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ്, അതായത് ഈ വീടും ഈ ഒരു ചുറ്റുപാടും നിങ്ങൾ വളർത്താൻ വീടും അതിൻ്റെ ചുറ്റുപാടൊക്കെ ആയി ഇണങ്ങി പറക്കാൻ പണ്ടൊരു പേര് പ്രാവ് നിങ്ങളെ വേണം അത്യാവശ്യം. സോ അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഒരു പേരിൽ നിന്ന് വാങ്ങിക്കുക. ആ പേരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത പ്രാവുകളെ വാങ്ങിക്കുക. കാരണം ആദ്യമേ നിങ്ങൾ ഫുള്ള് ഒരു 10-15 പ്രാവിനെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാവ് നമ്മളെ മിസ്സാവും. കാരണം നമുക്ക് എല്ലാ പ്രാവിനെയും കൂടെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളതിൽ ആദ്യം ഇവിടെ ഒരു പഴയ ഒരു പേര് പ്രാവുണ്ടെങ്കിൽ അവരെ കണ്ട് മറ്റേ പ്രാവുകളും പഠിക്കും. പിന്നെ പ്രാവിനെ ആദ്യമായിട്ട് വളർത്തുമ്പോഴത്തേക്കും ഒരിക്കലും അതിനെ ചെന്ന് പേടിപ്പിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പം ചെന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ നോക്കരുത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ പ്രാവുകൾ പേടിച്ചു കൊടുക്കും. കാരണം അങ്ങനെ ആക്കുമ്പോൾ അവർക്ക് ഈ രണ്ട് സൈഡിൽ പെട്ടെന്ന് അവരെ പിടിച്ച് തിന്നാനോ അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിലാണ് അവർ കാണുന്നത്. പിന്നെ ഒരിക്കലും താഴെ ഇട്ട് വളർത്താൻ നോക്കരുത്. മീൻസ് നിങ്ങളെ വീട് ഇപ്പോൾ ഓടിട്ട് വീടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സ്ഥലം കാണില്ല, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടി വളർത്താം. മീൻസ് കൂട് ഇങ്ങനെ ഒരു പൊക്കത്തിൽ ഇങ്ങനെ വെച്ച് അങ്ങനെ വളർത്താം. കാരണം നമ്മൾ തറയെ വെച്ച് വളർത്തുമ്പോഴത്തേക്കും കൂടും തറയുകൊണ്ട് പൂച്ചകൾക്ക്, കാക്കകൾക്ക്, കാക്ക, പൂച്ച, പിന്നെ പട്ടി, ഇതിനൊക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രാവിനെ പെട്ടെന്ന് പിടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ പൂച്ചയുടെ നഖമൊക്കെ എൻ്റെ കണ്ണിലോ കൊണ്ടാൽ മതി, പ്രാവിൻ്റെ കാര്യം തീർന്നു. അതുകൊണ്ട് നമ്മൾ ടെറസിനെ മണ്ടേ വളർത്താൻ പറയുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ പ്രാവിനെ തുറന്നു വിടുമ്പോൾ നിങ്ങളുള്ളപ്പോൾ മാത്രം. ചിറകുള്ള പ്രാവാണെങ്കിൽ നിങ്ങളില്ലാത്തപ്പോൾ തുറന്നു വിട്ടോ. പക്ഷെ ചിറകില്ലാത്ത പ്രാവാണെങ്കിൽ നിങ്ങളുള്ളപ്പോൾ മാത്രമേ തുറന്നു വിടുള്ളൂ. കാരണം ചിറകില്ലാത്ത പ്രാവിന് ഒരു അപകടം വന്നാൽ കൂടി ചാടാൻ കൂടി പറ്റത്തില്ല. നിങ്ങളുള്ളപ്പോൾ അതിനെ ഓട്ടിക്കാനും പറ്റും. പിന്നെ പ്രാവ് വളർത്തുമ്പോൾ നാടൻ പ്രാവിയും തുടങ്ങണമെന്ന് പറയണത് വേറൊന്നും കൊണ്ടല്ല, പ്രാവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളിപ്പോൾ ഒരു ഫാൻസിനെ വളർത്തിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് ഫാൻസിനെ കുറിച്ച് അത്യാവശ്യം അറിയണം, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. കാരണം ഫാൻസി പ്രാവിന് വലിയ പൊക്കത്തിലൊന്നും പറക്കാൻ പറ്റില്ല. സോ പൂച്ചയ്ക്ക് പിടിക്കാനുള്ള എളുപ്പത്തിലുള്ള സാഹചര്യത്തിലും കിട്ടിക്കഴിഞ്ഞാൽ പൂച്ച ഉണ്ടെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ പിടിച്ചിട്ട് പോകും. പിന്നെ അതുകൂടാതെ പ്രാവിനെ വളർത്തുമ്പോൾ മെയിൻലി അതിൻ്റെ ഫുഡ് മുഖ്യമാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഞാൻ പറഞ്ഞുതരാം. ഈ മിക്സ്ഡ് ഫുഡുണ്ടോ, ഇനി പുതിയൊരു കവർ വാങ്ങണം. ഈ കാണുന്ന ല്ലോ ഇത്, അപ്പോൾ ഇത് അവർക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അതിനകത്ത് ഗോതമ്പുണ്ട്, അവർക്ക് ഗോതമ്പ് ഇഷ്ടമാണ്, ഈ മിക്സ്ഡ് ഫുഡ് ഇഷ്ടമാണ്, പയർ ഇഷ്ടമാണ്, കടല നമ്മൾ ഒരു രാത്രി ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അത് കൊടുക്കണം, അതും അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴേ പ്രാവിന് നല്ല ന്യൂട്രീഷൻ ആവും, അത് മുട്ടയിടാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. പിന്നെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് 10 കള്ളിയോ ഒരു പേരിനെ വാങ്ങിക്കുക. കാരണം നിങ്ങൾ കുഞ്ഞി പ്രാവ് ഇപ്പോൾ ഒരു 8 കള്ളി 9 കള്ളി അല്ലെങ്കിൽ ഒരു 3 കള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ 2 വഴിക്ക് പോകും. ചിലപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കാണും. ഇപ്പോൾ ഈ 10 കള്ളി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർ കൊണ്ടിട്ട് ഒരു 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മുട്ടയിടുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരൊക്കെ ഇണക്കി എടുക്കാം. പിന്നെ പ്രാവിനെ കൊണ്ടുവരുമ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ ചിറകിലെ തൂവൽ ഊരുക, അത് അറിയാന്നുള്ളടത്ത് ചെന്ന് പറയാം, അല്ലെങ്കിൽ കടക്കാരുടെ അടുത്ത് കുറേ ചെറിയ തൂല് വെട്ടിത്തരിക. അല്ലാതെ നിങ്ങൾ നേരെ പ്രാവിനെ ചിറകോടെ കൊണ്ട് കൂട്ടിയിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പ്രാവ് പറന്നു പോകാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സ് കുളത്തിൽ തുടങ്ങാം. സോ എന്തെടുത്തുള്ളൂ. ബൈ.